ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് മുട്ടയും ബ്രെഡൊക്കെ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമിലും അതുപോലെ ഈവനിങ്ങിൽ സ്നാക്സ് ആക്കിയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും കൂടെ പറ്റുന്നതാണ്. അപ്പോൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് കോഴിമുട്ടയും അതുപോലെ തന്നെ ബ്രെഡിൻ്റെ സ്ലൈസസും ആണ് കേട്ടോ വേണ്ടത്. അത് നമുക്കൊരു സില്ലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഫസ്റ്റ് നമുക്കിതിലേക്ക് ഒന്ന് ചതച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 പച്ചമുളക് കേട്ടോ, എരിവിനനുസരിച്ചിട്ട് എടുത്താൽ മതി. അധികം എരിവില്ലാത്തതുകൊണ്ട് ഞാനിവിടെ 3 എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ഈ ഒരു സൈസിലുള്ള വലിയ ഉള്ളി കേട്ടോ വേണ്ടത്. അധികം വലിപ്പമില്ല, ചെറുതാണ്. ഞാൻ അത്യാവശ്യം വലിപ്പമുള്ളതെന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതി. അത് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് നമുക്കിത് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 4 വെളുത്തുള്ളിയുടെ അല്ലിയും എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ അല്ലി ആയതുകൊണ്ടാണ് ഞാൻ 4 എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള വെളുത്തുള്ളിയുടെ അല്ലിയാണെന്നുണ്ടെങ്കിൽ 2 മതിയാവും. അതുപോലെ തന്നെ 1 അല്ലെങ്കിൽ 2 തണ്ട് കറിവേപ്പിനില കേട്ടോ, അത് നമുക്ക് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഞാൻ ഒരു പിടിയോളം മല്ലിയില കേട്ടോ. ഈ ഒരു ഇത്രേ എടുത്തിട്ടുള്ളൂ. ആ ഒരു മല്ലിയിലയും കൂടെ ഞാൻ ഇതുപോലെ തന്നെ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടെ ആ കൂട്ടത്തിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഏകദേശം ഒരു 1/2 ടീസ്പൂണിൻ്റെ മുകളിൽ കണ്ടിട്ട് ഉപ്പ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ. ഇനി ഇതെല്ലാം കൂടെ ഒന്നങ്ങ് ചതച്ചെടുക്കുക കേട്ടോ. എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്താൽ മതി, വല്ലാണ്ട് പേസ്റ്റാക്കി എടുക്കണ്ട. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയിട്ടെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടൊക്കെ ഷെയർ ചെയ്യാനും ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കാനും കൂടെ മറക്കരുതേ. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 കോഴിമുട്ടയാണ് കേട്ടോ വേണ്ടത്. അത് നമുക്കതിലേക്ക് അങ്ങ് ഉടച്ചിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണുമായി തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അതിലുള്ള ഓപ്ഷൻ കൊണ്ടൊന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളേ. അപ്പോൾ അത് 3 ഇതിലേക്ക് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പോളം പാലാണ് കേട്ടോ, റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളത് എങ്ങനെയാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാന് ഒന്ന് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ എടുത്ത് കണ്ടിട്ട് നെയ്യൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തിച്ചൊന്ന് കൊടുക്കുക കേട്ടോ. നെയ്യൊന്ന് പെട്ടെന്ന് തന്നെ അങ്ങ് മെൽറ്റായിട്ട് വരും, ചൂടാവുന്നതോട് കൂടിയിട്ട് തന്നെ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സും ബ്രെഡും എടുത്തിട്ട് ഇതിൽ പോലെ അങ്ങ് ഡിപ്പ് ചെയ്താൽ മതി കേട്ടോ. ഇതേപോലെ ഡിപ്പ് ചെയ്തിട്ട് അതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. നമുക്ക് ആ പാനിൽ എത്രത്തോളം പോകും അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 വെച്ചിട്ടാണ് ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത്. ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴ്ഭാഗത്ത് അങ്ങ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഈ താഴ്ഭാഗം ഏകദേശം ഒന്ന് സെറ്റായി വരുന്നതോട് കൂടിയിട്ട് നമുക്ക് അതങ്ങ് മറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഏകദേശം ഇതേപോലെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ഭാഗം കൂടി ആയി വന്നാൽ നമുക്ക് അതിൽ നിന്ന് അങ്ങ് എടുത്താൽ മതിയേ. അപ്പോൾ ഇതാ 2 സൈഡും നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് പതുക്കെ അങ്ങ് കോരിയെടുത്താൽ മതി. നല്ല ഭംഗിയുണ്ട് കാണാൻ, അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബ്രെഡിൻ്റെ സ്നാക്സാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കൊണ്ട് തന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.